അപ്പോ നമ്മൾ ഇനി അടുത്ത കണ്ടസ്റ്റന്റ് വിളിക്കുന്നത് ഡിവോഷണൽ റൗണ്ടിലേക്കാണ്. ഡിവോഷണൽ റൗണ്ടിലേക്ക് വിദ്യ. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. വിദ്യക്കുട്ടി, എന്തോ ചേച്ചി? താനേ ഒരു ഭയങ്കര ഒരു ക്യൂട്ട് പാക്കേജാ. ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ കണ്ട് 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 നമുക്ക് ചിലവരെ അങ്ങ് ഇഷ്ടപ്പെടും എന്ന് പറയില്ലേ. യോ പാർട്ട് ഓഫ് ദാറ്റ്. യോ വൺ ക്യൂട്ടി പയ്യാണ്. തന്റെ ഒച്ചയും തന്റെ ഈ ഒരു തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളെല്ലാരും അങ്ങനെ ചിന്തിക്കുന്നേ. എന്താണെങ്കിലും വെരി ക്യൂട്ട്. താങ്ക് യു ചേച്ചി. തന്റെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് എത്രത്തോളം താൻ പിച്ചിങ്ങിൽ പാടാൻ നോക്കണമെന്നുള്ളതാണ് തന്റെ ഏറ്റവും വലിയ. അത് എന്തോ ഡീഫോൾട്ട് ആയിട്ട് തനിക്കുള്ള ഒരു ഞാന് സാറ് പിച്ചിങ്ങിന്റെ കാര്യം പറയൂലോ. അപ്പം സാറിന് ഇഷ്ടപ്പെടണമെങ്കിൽ പിച്ചിങ് കറക്റ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോ പോലും ക്രിക്കറ്റിന്റെ പിച്ചിലേക്ക് പോകും. പിച്ചിങ്ങനെ കേട്ട് കേട്ട് അടിപൊളി. അതിവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ പാടുന്നത് കണ്ടോ എല്ലാവരും. പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പാടുന്നു എന്നാ പറയുന്നത്. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സാധനമാണ്, അല്ലാണ്ട് നമ്മൾക്ക് അന്യമായിട്ടുള്ളൊരു സാധനമല്ല.
തനിക്ക് ഇന്ന് കുറച്ച് ശ്വാസം കുറവായിരുന്നു. അതെ. എന്തായിരുന്നു ഇത്രേ ശ്വാസം മുട്ട്? അതെന്തുകൊണ്ടാണ് അവിടെ ശ്വാസം മുട്ടുന്നതെന്നറിയോ? ഫീല് കൊടുക്കാൻ നോക്കുമ്പോൾ ഒരുപാട് എനർജി ആ ഫീലിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ശ്വാസം കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അത്രേ ഉള്ളൂ കാര്യം. അതൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഫീൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ശ്വാസം മുട്ട് നിൽക്കും. പക്ഷെ അവിടെ ദേ ഇതാണ് ഞാൻ കണ്ടോണ്ടിരുന്നത്. അത് കാണരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ആ, അതുകൊണ്ടായി ശ്വാസം ഇല്ലാണ്ടാവണേ. ഇവിടെ കൊണ്ട് ഓ, ഇങ്ങനെയാണ് ബ്രീത്തിങ് വന്നോണ്ടിരിക്കണേ. ഇവിടുന്ന് വന്നു അത് ശരിയാ, ടീച്ചറാണ് അതൊക്കെ കണ്ടുപിടിച്ചത്. ഈ ഷോൾഡർ ട്രൈ ചെയ്തു. ആ. ഇനി ഞാനത് കണ്ടിന്യൂസ് ആക്കും. പക്ഷെ അത് കണ്ടിന്യൂസ് ഇവിടെ വരുമ്പോഴും അത് ഇടയ്ക്ക് മറന്നു പോകുന്ന വളരെ സ്വാഭാവികമാണ് വിദ്യ. പക്ഷെ ആ സാധനം ചെയ്യണം. അപ്പൊ ഈ ശ്വാസം മുട്ട് വരൂല. ഓക്കെ മനസ്സിലായോ? അത്രേ ഉള്ളൂ. പെർഫെക്റ്റ് ആയില്ലേ? പിന്നെ അതിന്റെ കൂടെ നമ്മള് ഇത് പാടാൻ പോവാണ്, കോമ്പറ്റീഷനാണ്. ആ ടെൻഷൻ എല്ലാവരും, നമുക്ക് മനുഷ്യരാണെങ്കിൽ അതുണ്ട്. ആ ടെൻഷൻ വരുമ്പോ ഒന്നുകൂടെ ശ്വാസം മുട്ടും. അതാണ് കണ്ടത്. അല്ലാതെ നല്ല ഫീൽ ആയിരുന്നു, നല്ല ഫീൽ ആയിരുന്നു. താൻ എടുക്കുന്നുണ്ട്, നന്നായിട്ട് പാടി. പക്ഷെ നിറയെ കട്ടായി പോയി, എസ്പെഷ്യലി ലാസ്റ്റ് പല്ലവിലെ രഞ്ജനെ പിന്നെ കട്ടായി പോയി ചേച്ചി. അതാ വിദ്യ, നീ ഒന്നും കൂടെ വലിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഭയങ്കര ഭംഗിയിൽ നിൽക്കും. അത് തനിക്ക് നല്ല ഫിനിഷിങ്ങും നല്ല ഭംഗിയുള്ള ഇതായിട്ട് വരുന്ന. എന്നിട്ടും ആ കട്ടായിട്ട് പോലും നെക്സ്റ്റ് വരുന്ന ഭാഗങ്ങൾ യു ആർ നോട്ട് ഗോയിങ് ഔട്ട് ഓഫ് സ്കെയിൽ ഓഫ് അതാണ് അല്ലേ സർ? പിന്നെ അതായത് കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൈൻ പാടുമ്പോ പിച്ച് ഇങ്ങനെ, ഇതിൽ ഒരുപാട് സ്ഥലത്ത് കമ്പിയും കൂടെ നടക്കില്ലേ, അതെ. എവിടേക്കാ വീഴാന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. സിമ്പിൾ ആണ്. അവിടെ ശ്രുതി ഔട്ട് ആവാൻ വളരെ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയൊക്കെ പെർഫെക്റ്റ് ശ്രുതിയിൽ പാടും. കട്ടായി പോയി രണ്ടാമത് വരുന്ന സ്ഥലത്ത് പിച്ചിങ് പെർഫെക്റ്റ് ആണ്. അതാണ് പറയാനുള്ള ഒരു കാര്യം. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ഈ പാട്ടെടുത്തതിന് അതെ, ഐ എം സോ ഹാപ്പി. വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോങ്. അതെ. ഈ പാട്ടിന്റെ പ്രത്യേകത, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ കേട്ടാലും. ഇതധികം കേൾക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഹോസ്പിറ്റൽസിൽ ഈവനിങ്ങിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 2-3 പ്രാവശ്യം ഈ പാട്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്കും. എല്ലാവർക്കും എന്തൊരു സാന്ത്വനം കൊടുക്കുന്ന ഒരു പാട്ടാണെന്ന് അറിയുന്നത്. സമാധാനമുള്ള സർ, പാട്ടാണ്. നമ്മൾ കോവിഡിന്റെ സമയത്ത് ചിത്ര ചേച്ചി എല്ലാവരും കൂടെ നമ്മളെല്ലാരും കൂടെ പാടിയ പാട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കി ആരാ? അതാ പുകഴേന്തി. അതായത് നമ്മുടെയൊക്കെ, അതായത് വീട്ടുകാരുടെ അപ്പു എന്നാണ് പേര്. പക്ഷെ മദ്രാസിലാണ് അദ്ദേഹം. ചെന്നൈയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് KV മഹാദേവൻ സാറാണ് അതിന് പേര്, അദ്ദേഹത്തിന് പുകഴേന്തി. കാരണം KV മഹാദേവൻ എന്ന് പറയുന്ന തെന്നിന്ത്യയിലെ MS വിശ്വനാഥൻ ഒപ്പം നിന്ന, തെലുങ്കിൽ നിന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. എത്ര ശങ്കരാഭരണം തുടങ്ങി എത്ര പടമാണ് സൂപ്പർ ഹിറ്റ്. മന്നവൻ മന്ദാനടി അല്ലേ? അയ്യോ, എന്തൊരു പാട്ടുകളാണ് ഉണ്ടാക്കി. പക്ഷേ ഞാൻ ഒരുപാട്, അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ എല്ലാ റെക്കോർഡിങ്ങിനും ഒരു കാലത്ത് ഞാൻ പോയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിനെ കാണാറില്ല. വരുന്നു, മ്യൂസീഷ്യൻസിന് നൊട്ടേഷൻ കൊടുക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് കമ്പോസ് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, പഠിച്ച് റെക്കോർഡ് ചെയ്ത് ഔട്ട് എടുക്കുന്നത് വരയ്ക്കും ഒരു കാഴ്ചക്കാരനെ പോലെ വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നു പോകും. ആര്? KVM. അദ്ദേഹം വളരെ സീനിയറായി ആ സമയത്ത്. ഞാൻ ആ സമയത്താണ്. ബാക്കി കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ ചെയ്തിരുന്നത് ഈ പറഞ്ഞ പുകഴേന്തിയാണ്. അത്രയും ടാലന്റഡ് മ്യൂസീഷ്യനാണ് അദ്ദേഹം. 13 പടം എന്തോ മറ്റോ ചെയ്തിട്ടുള്ളൂ, അതിലൊരു പാട്ടാണിത്. സോ അദ്ദേഹത്തിന് ഇവിടെ ഓർക്കുകയാണ് ഇത്രയും നല്ലൊരു പാട്ട് നമുക്ക് ലോകത്തിന് തന്നത് അല്ലേ? ഇത്രയും സുഖം പകരുന്ന പാട്ട്. വി ഷുഡ് ഗിവ് ഹിം എ ഗ്രേറ്റ് അപ്ലോസ് ഫോർ ഹിം. പിന്നെ ഈ പാട്ട് കേട്ടപ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ച പാട്ടെന്ന് പറഞ്ഞു, അത് ജാനകിയമ്മ പാടിയിട്ട്. ആഹാ! പക്ഷേ എനിക്കിവിടെ ഇപ്പോൾ വിദ്യ പാടിയിട്ട് കേൾക്കുമ്പോഴും എനിക്ക് ഒട്ടും ആ ഭാവത്തില് എൻ്റെ അനുഭവം ഒട്ടും കുറഞ്ഞു പോയില്ല. എനിക്ക് അതേ സുഖം കിട്ടി. ആ പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ശ്വാസം കിട്ടാണ്ട് അവിടെ വിടുന്നുണ്ടെങ്കിലും അടുത്ത ലൈൻ പെർഫെക്റ്റ് ഡോട്ട് ഇൻ പിച്ച് വരുന്ന ചെറിയ ചെറിയ സംഗതികളൊക്കെ കിട്ട് പെർഫെക്റ്റ് ഗ്രൂവിലാണ് കിടക്കുന്നത് സംഗതികൾ അല്ലേ? ഇങ്ങനെ കേൾക്കാനുള്ള ഫീൽ എല്ലാം കൊണ്ടും. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. അല്ല, പാടാൻ ബുദ്ധിമുട്ടാണ്. ക്യൂട്ടി പയ്യുവാ, സീരിയസ്ലി ഭയങ്കര ക്യൂട്ടാണ്. ചിരിക്കുമ്പോഴും എല്ലാം ഹാപ്പി ഒക്കെ ആവുമ്പോഴും വിദ്യ ഭയങ്കര ചെറിയൊരു ഡോളിനെ പോലെ പിടിച്ചുകൊണ്ട് കൂട്ടാ, സൂക്ഷിച്ചോളൂ. അത്ര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. മാർക്കിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും
ഡിവോഷണൽ സോങ്ങിൽ നമ്മുടെ വിദ്യയ്ക്കുള്ള മാർക്സ് ഗ്രൂമേഴ്സ് ജഡ്ജസിനെ അറിയിച്ചോളൂ. എത്ര കിട്ടും? ഗസ് ഉണ്ടോ എന്തെങ്കിലും? അയ്യോ, ക്യൂട്ടി പൈക്ക് ഞാൻ കൊടുക്കുന്നത് 96 out of 100. ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ വിദ്യ ഹാപ്പി ആയല്ലോ. Happy. അപ്പൊ ഈ ഘട്ടത്തിലെ 2 റൗണ്ടുകൾ കഴിഞ്ഞു. അതെ. അപ്പൊ ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. ഓക്കെ, താങ്ക് യു.